വയനാട്ടിലെ പനമരം നിർവാരം സ്വദേശി നിഷയുടെ മരണത്തിൽ ഗുരുതര ചികിത്സാ പിഴവ് ആരോപിച്ച കുടുംബം മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ അനാസ്ഥയുണ്ടെന്നാണ് പരാതി. മാനന്തവാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഫെബ്രുവരി 1 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് നിഷ മരിച്ചത്. ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ പഴുപ്പ് ആന്തരികാവയവങ്ങളെ ബാധിച്ചു, രക്തത്തിൽ കലർന്നു എന്നിവയാണ് മരണകാരണങ്ങളായി ഡെത്ത് റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നിഷയുടെ ഗർഭപാത്രം നീക്കിയിരുന്നു. പിന്നാലെ അസഹ്യമായ വേദനയും ഛർദിയുമുണ്ടായി. മുറിവ് ഉണങ്ങിയില്ല. ജനുവരിയിൽ വീണ്ടും അഡ്മിറ്റായി. പരിശോധനയിൽ വയറിൽ മുഴ രൂപപ്പെട്ടെന്നും പഴുപ്പ് അടിഞ്ഞുകൂടിയെന്നും കണ്ടെത്തി. ജനുവരി 16 വീണ്ടും ശസ്ത്രക്രിയ. ജനുവരി 28 ഡിസ്ചാർജ് ചെയ്തു. 29 വീണ്ടും ആരോഗ്യം മോശമായി. ആശുപത്രിയിലെത്തിച്ചപ്പോൾ കാരണം പോലും വ്യക്തമാക്കാതെ മൂന്നാമത്തെ ശസ്ത്രക്രിയ ചെയ്തു. ഇത്തരത്തിൽ ഗുരുതര അനാസ്ഥകളാണ് ചികിത്സയിൽ സംഭവിച്ചതെന്നും കുടുംബം പറയുന്നു. ഈ രണ്ടാമത്തെ സർജറിയോ മൂന്നാമത്തെ സർജറിയോ ചെയ്യുന്നതിന് ആ ഒരു സമയത്ത് പോലും ഇവിടുത്തെ ഒരു ഫെസിലിറ്റി കുറവാണോ, നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് ഇങ്ങനെയാണ് എന്ന് കുടുംബത്തെയോ ബന്ധുക്കളെയോ ബോധിപ്പിച്ചില്ല. അങ്ങനെ ബോധിപ്പിച്ചിരുന്നു എങ്കിലും തുടർ ചികിത്സയ്ക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കോഴിക്കോട് പോലുള്ള ഈ അവസാന നിമിഷം നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബേബിയോ മെയിംസിലേക്കൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നേനെ. പക്ഷെ അതും അവർ പറഞ്ഞില്ല. ഇത് അവരുടെ ആദ്യത്തെ സർജറിയുടെ പിഴവാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം അവിടെ വെച്ച് തന്നെ അവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാന നിമിഷത്തിൽ പോലും അവരതൊരു സീരിയസ് ആക്കി എടുത്തില്ല എന്നുള്ളതാണ്. അതേസമയം ചികിത്സയിൽ പിഴവ് സംഭവിച്ചില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സംഭവത്തിൽ മാനന്തവാടിയിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിയമ നടപടികളും പ്രതിഷേധങ്ങളും ആശുപത്രിക്കെതിരെ സംഘടിപ്പിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, വയനാട്.